നമസ്കാരം. പ്രതിപക്ഷത്തിന് വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എന്ന് പറയാതെ വയ്യ. പ്രതിപക്ഷം പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണ് എന്ന് എന്തായാലും മുഖ്യമന്ത്രിയിലൂടെ ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. LDF സർക്കാരിനെതിരെ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് വി.ഡി. സതീശൻ പറഞ്ഞത് മുഴുവൻ കല്ലുവെച്ച ഉണയായിരുന്നുവെന്ന് ജനങ്ങൾ വി.ഡി. സതീശനിലൂടെ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞതൊക്കെ നടപ്പിലാക്കുമെന്ന് പറഞ്ഞതൊക്കെ പെരും നുണയാണെന്നും വി.ഡി. സതീശനിലൂടെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ശരിക്കും പെട്ടുപോയപ്പാ, ഞങ്ങൾ ശരിക്കും ആ കെണിയിൽ വീണുപോയപ്പാ, ഇതിലും എത്രയും ഭേദമായിരുന്നു പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ എന്നൊക്കെ ജനങ്ങൾ പറയുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞു വരുന്നത്, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യാൻ പോകുന്നത് ഈ വി.ഡി. സതീശൻ തന്നെ ആയിരിക്കും. വി.ഡി. സതീശനെ സഭയിലിട്ട് പ്രതിപക്ഷ നേതാവ് പുകയ്ക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, നമ്മളിങ്ങനെ അതിശയത്തോടെയാണ് നോക്കിക്കാണുന്നത്. അതായത് ഒരു മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവിന്റെ മുമ്പിൽ പിടിച്ചുപോലും നിൽക്കാൻ കഴിയാത്ത സാഹചര്യം. പ്രതിപക്ഷ നേതാവ് ഒരു മുഖ്യമന്ത്രിയെ അങ്ങ് അമ്പയെ പരാജയമാക്കി കളയുന്ന ഒരു സാഹചര്യം. മുഖ്യമന്ത്രിയേക്കാൾ വലിയ എന്താ പറയാ ഒരു മൈലേജ് പ്രതിപക്ഷത്തിന് കിട്ടുന്ന സാഹചര്യം. മുഖ്യമന്ത്രിയെക്കാളും പ്രതിപക്ഷ നേതാവിന് കൂടുതൽ ഒരു ഹീറോ പരിവേഷം കിട്ടുന്ന സാഹചര്യം. ഇതൊക്കെയല്ലേ നമ്മളിപ്പോൾ നിയമസഭയിൽ കാണുന്നത്. അടിയന്തര പ്രമേയ നോട്ടീസിനെ പോലും ഭയന്നോടുന്ന ഒരു ഭരണപക്ഷം. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വി.ഡി. സതീശൻ എന്ന് പറയുന്ന ഈ പഴയ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയാകാൻ വേണ്ടി നടത്തിയ ഒരുപാട് പല രീതിയിലുള്ള PR വർക്കുകളൊക്കെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ് അല്ലെ. തിരഞ്ഞെടുപ്പ് ജയിച്ച ശേഷം ഇതൊക്കെ എന്റെ മേന്മയാണ് എന്നായിരുന്നു വി.ഡി. സതീശൻ പറഞ്ഞത്. എന്നാൽ ഇതൊന്നും വി.ഡി. സതീശന്റെ മേന്മയായിരുന്നില്ല, UDFന്റെ മേന്മയായിരുന്നില്ല. നമ്മുടെ മാധ്യമങ്ങൾ പറഞ്ഞ നുണയിൽ, ഇടത് വിരുദ്ധതയിൽ ജനങ്ങൾ പോയി വീണു എന്നുള്ളതാണ്. സത്യത്തിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട വില്ലന്മാർ മാധ്യമങ്ങളാണ് എന്നുള്ളതാണ്. മാധ്യമങ്ങൾ കുഴിച്ചു, ആ കുഴിയിൽ ജനങ്ങൾ വീണു. അങ്ങനെ അവസാനം അതിനു മുകളിൽ നമ്മുടെ UDF കയറി ഇപ്പോൾ ഭരിക്കുകയാണ്. എന്തായാലും ജനങ്ങൾക്ക് ഇപ്പൊ ഒരു കാര്യമൊക്കെ മനസ്സിലായി, പണി പാളിയെന്നും ഞങ്ങൾ വലിയൊരു ആപ്പിലാണ് ഇപ്പൊ പെട്ടേക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. എന്താണ് അങ്ങനെ മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്? എന്തിനെ പറ്റി പ്രതിപക്ഷം ചോദിച്ചാലും, ഇപ്പൊ പെട്രോൾ ഡീസൽ വില വർധനയെ പറ്റി, അല്ലെങ്കിൽ അപ്പോടെ എന്ത് കാര്യത്തെ പറ്റി ചോദിച്ചാലും വ്യക്തമായ ഒരു ഉത്തരം നമ്മുടെ മുഖ്യമന്ത്രിക്ക് നൽകാൻ കഴിയുന്നുണ്ടോ? മുഖ്യമന്ത്രി പറയുന്നത് മുഴുവൻ ന്യായീകരണമാണ്. കൂടാതെ കുറെ നുണകളും പറയുന്നുണ്ട്. പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തായിരുന്നു അടിച്ചുകൊണ്ടിരുന്നത്. അത് മുഖ്യമന്ത്രി ആകുമ്പോഴും അദ്ദേഹം അങ്ങനെ തന്നെ തുടരുകയാണ്. മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നവർക്കെതിരെ കേസെടുക്കുന്നു. ഒരു ഫാസിസ്റ്റ് ശൈലി നമ്മൾ കാണുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏകാധിപതിയാണ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഫാസിസ്റ്റ് സ്വഭാവമുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞു നടന്ന വ്യക്തിയാണ് ഇപ്പൊ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ എന്താണ് കാണുന്നത്? വി.ഡി. സതീശൻ അതുക്കും മേലെ എന്ന് കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. മാത്രമല്ലല്ലോ, വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഇപ്പോൾ അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞതൊന്നും പ്രവർത്തിക്കുന്നവരല്ല എന്ന് കാണുകയല്ലേ. അപ്പൊ അതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതിപക്ഷത്തിന് വലിയൊരു കയ്യടിയാണ്. പ്രതിപക്ഷം പറഞ്ഞതൊക്കെ ശരിയാണെന്ന് അവർക്ക് വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുകയാണ്. ആശമാരെ പറ്റിച്ചു, പെൻഷൻകാരെ പറ്റിച്ചു. ഇപ്പോഴത്തെ ആരോഗ്യ മേഖലയൊക്കെ ഏകദേശം വല്ലാത്ത ഒരു ബുദ്ധിമുട്ടിന്റെ അറ്റത്താണ്. എല്ലാ മേഖലയും തകർന്ന് തരിപ്പണമാകാൻ പോകുന്ന ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. അപ്പൊ അതേ ധവളപത്രം എന്ന് പറഞ്ഞ ഒരു തവളപത്രമൊക്കെ ഇറക്കിയിട്ട് ഇപ്പൊ പറയാണ് ഭയങ്കര പ്രശ്നമാണെന്ന് പറയാണ്. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയാണ് സതീശ അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയേക്കുന്നത്. എല്ലാ കാര്യത്തിലും ഞഞ്ഞാവിഞ്ഞൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പരിധി വരെയൊക്കെ അതൊക്കെ പറഞ്ഞങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും. എപ്പോഴും ഞഞ്ഞാവിഞ്ഞൊക്കെ പറയുമ്പോൾ മനോരമയും മാധ്യമവും മീഡിയ വണ്ണും ഒക്കെ കൈയടിച്ച് എന്നൊക്കെ പറയുമായിരിക്കും. കുറച്ചു നാളത്തേക്കൊക്കെ ജനങ്ങൾ അത് കണ്ടിട്ട് അവരും കൈയടിക്കുമായിരിക്കും. അത് കഴിയുമ്പോൾ കൂവാൻ തുടങ്ങും. ഇത്തരത്തിലുള്ള ഡയലോഗൊന്നും അടിച്ച് എന്തായാലും മുന്നോട്ട് പോക്ക് നടക്കില്ല. എല്ലാ കാര്യങ്ങൾക്കും സൊല്യൂഷൻ വേണം. അത് നിങ്ങളുടെ കയ്യിലില്ല എന്നുള്ളതാണ്. എന്തായാലും വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി തന്നെ തുടരുക എന്ന് തന്നെയാകും സഖാക്കൾ ആഗ്രഹിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല. പുള്ളി ഈ പറയുന്ന മുഖ്യമന്ത്രിയായിട്ട് ഇനിയും മുന്നോട്ട് പോവുകയാണെങ്കിൽ അതായത് LDFനെ സംബന്ധിച്ച് നേട്ടങ്ങളുടെ മേളമായിരിക്കും. കാരണം സഭയില് ഈ വി.ഡി. സതീശന്റെ പല പ്രതികരണങ്ങളും മാത്രം എടുത്ത് ടെലികാസ്റ്റ് ചെയ്താൽ മതി. സ്വാഭാവികമായിട്ടും ജനങ്ങൾ പതിയെ UDF സർക്കാരിനെ വെറുത്തു തുടങ്ങിക്കോളും. ഇപ്പൊ തന്നെ ഏകദേശമൊക്കെ UDF സർക്കാരിനെ മടുത്തിട്ടുണ്ട് ജനങ്ങൾക്ക് എന്നുള്ളതാണ്. അധികാര ഹുങ്കുമൂത്തിയവർ കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടുകൾ ജനം കാണുകയല്ലേ. പട്ടികജാതി ഉന്നതിയിലുള്ള ആളുകളുടെ അവസ്ഥ പാരിയത്തുകാവിലറിയാണ്. അതുപോലെ സാധാരണക്കാർക്കൊക്കെ ജീവിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. ഒരു UDF സർക്കാരിന്റെ ഭരണകാലത്ത് ഒരു ചായ മേടിച്ചു കുടിക്കണമെങ്കിൽ, ഒരു കാലിച്ചായ മേടിച്ചു കുടിക്കണമെങ്കിൽ 15 രൂപ കൊടുക്കണം. എല്ലാത്തിനും ഒട്ടിക്കത്തെ വില കയറ്റമാണ്. പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രി
ഇത് പഠിച്ചവിടെ ഇരിക്കുകയാണ്. നമ്മള് ചായ കുടിച്ചു കഴിഞ്ഞിട്ട് പൈസ വയ്ക്കുമ്പോൾ എന്ന് പറഞ്ഞ് രണ്ട് മൂക്കി അടിച്ചിട്ടുണ്ടെങ്കിൽ അവര് വിടുവോ? ഇല്ല. അതിന് ഇത് തന്നെ വേണം. അപ്പൊ ഒന്ന് വിലകയറ്റം ഒന്ന് പിടിച്ചു നിർത്താൻ പോലും ശ്രമം നടത്തുന്നില്ല. ഈ വി ഡി സതീശനാണ് പറഞ്ഞത് ഞങ്ങള് പാവപ്പെട്ട ജനങ്ങൾക്കൊപ്പമാണ് എന്ന് പറഞ്ഞു കിടന്നത്. ഈ വി ഡി സതീശനാണ് ഞങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ വിസ്മയങ്ങൾ ഒരുപാട് ഉണ്ടാക്കും എന്ന് പറയുന്നത്. ഏറ്റവും രസകരമായിട്ടൊരു കാര്യം വേറൊന്നുമില്ല കേട്ടോ. ഈ സഭയില് വി ഡി സതീശൻ 24 മണിക്കൂറും പെട്ടുപോകുന്ന ഒരു അവസ്ഥയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടെ ജനങ്ങൾ അധികാരത്തിൽ കൊണ്ടുവന്ന, ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടെ ജനങ്ങൾ അധികാരത്തിൽ കൊണ്ടുവന്ന, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ടെന്ന് പറയും. ഇങ്ങനെ എപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിട്ട് കാര്യമില്ല. ആ പ്രതീക്ഷ കാത്തു സൂക്ഷിക്കാൻ കൂടി നിങ്ങൾക്ക് കഴിയണം. ഇപ്പോ KSRTC എല്ലാ KSRTC ബസ്സിലും സൗജന്യ യാത്രയായിരിക്കും എന്നാണല്ലോ പറഞ്ഞത്. എന്നിട്ട് എവിടെ പോയി നിങ്ങളുടെ ബസ്സൊക്കെ? മൊത്തത്തില് ഒരു പ്ലാനിങ്ങും ഇല്ലാത്ത, ഒന്നിനെയും പറ്റി ഒരു ധാരണയും ഇല്ലാത്ത ഒരു മുഖ്യമന്ത്രിയും കുറെ മന്ത്രിമാരും ഒരു സർക്കാരും എന്ന് മാത്രമേ പറയാനുള്ളൂ. കുറെ നീലക്കുയിലിനെയും കുറെ മനോരമക്കാരെയും ഒക്കെ ഇറക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടായോ നമുക്കത് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയണ്ടേ? ഇതൊന്നും കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഈ അധികാര ഹുങ്ക് ഉപയോഗിച്ച് കുറെ ആളുകളെയൊക്കെ സ്ഥലം മാറ്റുന്നുണ്ട്, കുറെ ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നുണ്ട് എന്നതിനപ്പുറത്തേക്ക് സാധാരണക്കാരായുള്ള ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണം കിട്ടുന്നുണ്ടോ ഈ സർക്കാരിനെ കൊണ്ട്? ഇല്ല എന്നുള്ളതാണ്. എന്ത് ചോദിച്ചാലും ഇനിയും മന്ത്രിസഭാ യോഗങ്ങൾ ഉണ്ടല്ലോ, വരും വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ഒക്കെ പറയുന്നതല്ലാതെ അത് നടപ്പിലാക്കി എന്ന് നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. ഇല്ല, പ്രഖ്യാപനങ്ങൾ മാത്രം. ഇത് തന്നെയാണ് നമ്മൾ UDF സർക്കാരിന്റെ കാലഘട്ടത്തിലൊക്കെ കണ്ടിട്ടുള്ളത്. അതായത് ദാരിദ്ര്യം പറച്ച് തന്നെയാണ്. മാത്രമല്ല ഒരു വികസനവും വരില്ല. മാത്രമല്ല ജനങ്ങളെ പറഞ്ഞു പറ്റിക്കാവുന്നതിന്റെ മാക്സിമം ഒക്കെ അവർ പറഞ്ഞു പറ്റിക്കും. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ആവർത്തനം തന്നെയാണ് സതീശനിലൂടെ നമ്മൾ കാണുന്നത് എന്നുള്ളതാണ്. അതൊരു വ്യത്യസ്തമായ രീതിയിൽ വിസ്മയത്തിലൂടെ നമ്മൾ പൂക്കിയിലൂടെ കാണുന്നു എന്നുള്ളതുള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് വേറെ മാറ്റങ്ങളൊന്നും ഞാനത് കാണുന്നില്ല. മുഖ്യമന്ത്രിയായിട്ടുള്ള വി ഡി സതീശന് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിനെ പറ്റി പറയാൻ അദ്ദേഹത്തിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എന്താണ് ഈ സർക്കാരിന്റെ നയം എന്ന് പറയാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാരിനെ തഴുകും, അതുപോലെ തന്നെ ഞങ്ങൾ ആരൊക്കെയായിട്ട് സന്ധി ചേരില്ല എന്ന് പറയുന്നു അവരൊക്കെ ആയിട്ട് സന്ധി ചേരും, അതായത് ആരെയൊക്കെ വിമർശിച്ചിരുന്നു അവരൊക്കെ ആയിട്ട് നല്ല രീതിയിലുള്ള ബന്ധം പുലർത്തുന്നു. അങ്ങനെ മുഴുവൻ എന്താ പറയാ, അതായത് യാതൊരു നിലപാടുമില്ലാത്ത, വാക്കിന് വ്യവസ്ഥതയില്ലാത്ത ആളാണ് എന്ന് ഇത് കാണിച്ചു തരികയാണ് ഈ സർക്കാരിലെ മന്ത്രിമാരും ഒക്കെ. എടുത്തു പറയാനാണെങ്കിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. അത് പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആവർത്തന വിരസതയായി പോകും. അതുകൊണ്ട് പറയുന്നില്ല എന്നുള്ളൂ. വി ഡി സതീശനായിരുന്നല്ലോ പിണറായി വിജയന്റെ പ്രതിച്ഛായ തകർക്കാൻ വേണ്ടി ശ്രമം നടത്തിയത്. എന്തായാലും പ്രതിച്ഛായ തകർക്കാൻ ശ്രമം നടത്തിയ ആളെ കൊണ്ട് തന്നെ പിണറായി വിജയൻ ദ റിയൽ ഹീറോ എന്ന് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ മാറി നിൽക്കുകയാണ്. ഒപ്പം ഞങ്ങൾ സത്യത്തില് അറിയാലോ ഉടായ്പ് എന്നുകൂടി ജനങ്ങളെ കൊണ്ട് UDF സർക്കാരിനെതിരെ പറയിപ്പിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. വി ഡി സതീശൻ എന്ന് പറയുന്ന ഈ നേതാവ് സത്യത്തിൽ മുഖ്യമന്ത്രിയായി ഇങ്ങനെ ഉള്ള സഭയിൽ എല്ലാ രീതിയിലുള്ള അടിയും മേടിച്ചു കൂട്ടുന്ന കാണുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആരായിരിക്കും അറിയാമോ? KC വേണുഗോപാലായിരിക്കും. KC വേണുഗോപാൽ ഇപ്പൊ ആലോചിക്കുന്നുണ്ടാവും ഞാൻ എന്ത് ഭാഗ്യവാനാണെന്ന്. ഞാൻ വല്ലതും ആ സീറ്റിൽ പോയിരുന്നാണെന്നെങ്കിൽ എന്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്നൊക്കെ ആലോചിച്ച് KC തന്നെ ഇപ്പോ എന്തായാലും ഇനി എനിക്കത് വേണ്ടേ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലും ഒരു സന്തോഷത്തിന്റെ അങ്ങേയറ്റത്തും ഒക്കെ എത്തിക്കാണും. എന്തായാലും വി ഡി സതീശൻ ഇങ്ങനെ തന്നെ തുടരുക. എന്തായാലും വി ഡി സതീശന്റെ പെർഫോമൻസ് ഒക്കെ കലക്കുന്നുണ്ട്. പ്രതിപക്ഷത്തിരുന്നൊക്കെ നുണ പറയുന്നത് പോലെ മുഖ്യമന്ത്രി സീറ്റിലൊക്കെ ഇരുന്ന് നുണയൊക്കെ പറഞ്ഞ് ഉന്തി തള്ളി നീക്കാന്നൊക്കെയാണ് മൂപ്പര് വിചാരിച്ചത്. പക്ഷേ പ്രതിപക്ഷത്തിരിക്കാൻ നേരത്ത് വായി തോന്നിയത് എന്തും പറയാമല്ലോ. പക്ഷേ ഭരണപക്ഷത്തിരിക്കുമ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അങ്ങനെ പറയാൻ പറ്റുമോ? പറ്റില്ല എന്ന് എന്തായാലും ഇനിയിപ്പോ ജനങ്ങൾ തെളിയിച്ചു കൊടുത്തോളൂ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.